കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സൂക്ഷിച്ചോണം. ഇപ്പൊ എനിക്ക് ഉറപ്പായി ഇതെല്ലാം ഇയാളുടെ പണി തന്നെയാ. ചെയ്യിപ്പിക്കുന്നത് മാളവിക. ഇത്രയും വലിയ കുറ്റവാളികൾ അവളുടെ കൂടെയുണ്ടെങ്കിൽ അവളും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇന്ന ഭാഗമേപ്പ് നടക്കരുത്. അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. പറയ് ബേബി. ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടമ്മേ, കാണുന്നുണ്ടോ നോക്കി. ഒരു മിനിറ്റ് ബേബി, ഞാനൊന്ന് നോക്കട്ടെ. കാണാൻ പറ്റുന്നുണ്ട് മോളെ. എന്റെ പേര് ലാസ്റ്റ് എഴുതി തരുന്നതും ഇവിടെ നടക്കുന്ന മറ്റെല്ലാ ചടങ്ങുകളും അമ്മ സന്തോഷമായിട്ട് അവിടെ ഇരുന്ന് കണ്ടു. ഓക്കെ ബേബി, ഈ ഒരു ക്ഷണത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. അമ്മേ, അവരിപ്പോ കേക്കുമായിട്ട് വരും. നമുക്ക് പിന്നെ സംസാരിക്കാം. മാളവികേ, എല്ലാം റെഡിയാണല്ലോ അല്ലേ? എന്നാ മെഴുകുതിരി കത്തിക്ക്. നിക്കേ. വൈദേഹി എവിടെ പോയി? വൈദേഹി 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 തുടങ്ങി വൈദേഹി പുരാണം. അവൾ ഇത്ര നേരം എവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എവിടെ പോയി? അതിന് നീ പേടിക്കുന്നതിന് മോനെ. അവൾ ഇവിടെ എവിടെങ്കിലും കാണൂന്നേ. വൈദേഹി വന്നില്ലെന്ന് കരുതി അവന് കേക്ക് കട്ട് ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? മാളവികയുടെ പ്ലാൻ ഒടുവിൽ അവൾക്ക് തന്നെ പാരയായി മാറിയോ ഈശ്വര? ഇവിടെ ഒന്നുമില്ലമ്മേ, ഞാനിവിടെ എല്ലായിടത്തും നോക്കിയതാ. മുകളിലില്ലെന്ന്. താഴെ മുകളിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവളെവിടെ പോയി? താല്പര്യക്കുറവ് കൊണ്ട് ആരോടും പറയാതെ അവളെ ഇവിടുന്ന് മുങ്ങിയതായിരിക്കും. ഊർമിളെ, തോന്നിവാസം പറയരുതേ. ഇന്ന് ദേവന്റെ ജന്മദിനോ? അത് അവൾക്ക് താല്പര്യമുള്ള കാര്യമല്ലേ? ദേവേട്ടന്റെ ജന്മദിനമൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷേ ഇന്ന് തന്നെയല്ലേ എനിക്ക് സ്വത്ത് ഭാഗം വെച്ച് തരാൻ പോകുന്നത്.
അത് കണ്ട് സഹിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാവും. അത് പിന്നെ നീ ഭാര്യയായിട്ട് കേറി വന്നപ്പോ തുടങ്ങിയത്. ഇനി സ്വത്തിന്റെ പകുതി എന്ന് പറയുമ്പോ അവക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്തായാലും ഒരു അനാഥയല്ലേ, അപ്പൊ അവൾ ആ ബുദ്ധി കാണിക്കാതിരിക്കൂ. ഊർമിളെ, പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാഥ എന്ന് വിളിക്കരുതെന്ന്. പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന. ഞങ്ങൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട്. ഇത് അവളുടെ ഭർത്താവാ. അമ്മായിയമ്മയും അമ്മായിയച്ഛനുണ്ട്. പിന്നെ ഏത് വകുപ്പിൽ അനാഥ? മേലിത് ആവർത്തിക്കരുത്. പിന്നെ ഞാനങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. അയ്യോ എന്റെ പൊന്നു ചെറിയച്ച, ഞാനിതൊന്നും മനഃപൂർവ്വം പറയുന്നതല്ല. മറ്റുള്ളവരുടെ പെരുമാറ്റത്തിനനുസരിച്ചല്ലേ നമ്മൾ ഓരോന്ന് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ വൈദേഹി ഈ സമയത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്ത് കാരണമാ ഉള്ളത്? നേരം വെളുത്തപ്പ തൊട്ട് ഓരോ കാര്യവും തന്നെത്താനെ ചെയ്ത് അവസാനം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയെങ്കിൽ അതിനെന്തായിരിക്കും കാരണം ചെറിയച്ച? ഇനി എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും ഭർത്താവിന്റെ പിറന്നാളിന് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തെങ്കിലും അവളിവിടെ ഉണ്ടാവണ്ടേ? എന്നിട്ടും അവൾ ഇവിടുന്ന് മുങ്ങിയെങ്കിൽ മാളവികയ്ക്ക് സ്വത്ത് എഴുതി കൊടുക്കുന്നതിന്റെ അസൂയല്ലാതെ വേറെ എന്ത് കാരണം ഉണ്ടാവാൻ? പറയണം ചെറിയച്ച. ആരുടെ മനസ്സിൽ എന്താണെന്ന് ആർക്കറിയാം? നമ്മളെ കൊണ്ട് അത് വല്ലതും മാറ്റാൻ പറ്റുമോ? ദേവാ, എല്ലാരും വെയിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ കേക്ക് കട്ടി? കേക്ക് കട്ട് ചെയ്തേ വേട്ടാ. വൈദേഹി വന്നാലേ നടക്കൂ എടുത്തി. അതുവരെ ഞാനൊരു കേക്കും കട്ട് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ അടുത്ത് നിൽക്കുന്നത് ഇവൻ കാണുന്നില്ലേ? എന്നിട്ട് നിനക്ക് വൈദേഹ്യം മാത്രം ഓർമ്മയുള്ളൂ. ഇഷ്ടക്കുറവ് കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോയവളെ വീണ്ടും പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് ദേവാ? ഇഷ്ടമില്ലാന്ന് അവള് നിങ്ങളോട് പറഞ്ഞു എടുത്തി. അങ്ങനെയൊന്നുമില്ലല്ലോ. ദേവാ, സാഹചര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. പിന്നെ ആര് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ലല്ലോ. മതി, നിർത്തി. മതി. ഏട്ടത്തിക്ക് നല്ല വാക്ചാതുര്യം ഉള്ളത് കൊണ്ട് മാത്രം പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. എന്റെ വൈദേഹിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്നുകിൽ അത് മുഖത്ത് നോക്കി പറയും, അല്ലെങ്കിൽ അത് ആരോടും പറയാതെ ഉള്ളിലൊഴുക്കും. അല്ലാതെ ഇങ്ങനെ പറയാതെ ഇറങ്ങിപ്പോകുന്ന ശീലമൊന്നും അവക്കില്ല. ശരിയാണ് മോനെ. ഇപ്പൊ വൈദേഹിയെ കാണുന്നില്ലെങ്കിൽ വേറെ എന്തോ കാരണം ഉണ്ടാകും. അതുറപ്പാ. അസൂയയുടെ കുശുമ്പിന്റെ പേരില് ഇങ്ങനെ ഒരു സന്തോഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ മകൾക്കാവില്ല. എല്ലാവരും പോയി തുടങ്ങിയല്ലോ. ഇനി ഈ ഫംഗ്ഷൻ പകുതി വഴിക്ക് നിൽക്കോ?
അങ്ങനെയെങ്കിൽ ഇപ്പൊ വൈദേഹി എവിടെ പോയതായിരിക്കും മോനെ? അതാ മനസ്സിലാവാത്ത അച്ഛ. എത്ര നേരം വെച്ചാ മോനെ കാത്തിരിക്കുക? ഗസ്റ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? ശരിക്കും വിഷമായിട്ട് പോയതാണോ ഇനി വേറെ എന്തെങ്കിലും കാരണമാണെങ്കിലോ? അതെന്തായാലും അവള് തിരിച്ചു വരുമല്ലോ. നീ വന്ന് കേക്ക് കെട്ടിയേ. എന്താ അമ്മ ഇത്? ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്ത ആളാണോ ഈ പോയത്? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അവൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അമ്മ സംസാരിക്കുന്നത്. അവൾ എന്റെ വൈദേഹി അമ്മേ, എന്റെ ജീവൻ അവള്. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം എത്രത്തോളം ആഴേറിയതാണെന്ന് അമ്മയേക്കാൾ അധികമായിട്ട് മറ്റാർക്കെങ്കിലും അറിയോന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആ അമ്മ തന്നെ ഇങ്ങനെ പറയുമ്പോ അതിലെന്ത് ന്യായമുള്ള അമ്മേ? വൈദേഹി ഇല്ലാതെ ദേവൻ കേക്ക് കെട്ടിയില്ലെങ്കിൽ വേണ്ടാന്ന് വെക്കണം. ഇതിന്റെ പേരിൽ മാളവികയ്ക്ക് കൊടുക്കാനുള്ള സ്വത്ത് എന്തിനു കൊടുക്കാതിരിക്കണം? ഛേ, എന്റെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം അവൾ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. പെട്ടെന്ന് കാണാതായ വൈദേഹി എവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇവിടെ കേക്കും കട്ട് ചെയ്ത് സന്തോഷിച്ച് ജന്മദിനം ആഘോഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? വൈദേഹിയെ കാണാതായ ഓരോ നിമിഷവും ഇവിടെ ഇങ്ങനെ നിന്ന് സമയം കളയുന്നത് തന്നെ തെറ്റാ. അവൾ എവിടെയാണെന്ന് തിരയണം. നിക്കു മോനെ, നീ എവിടേക്കാ? പിറന്നാളിന്റെ ദിവസം പുറത്തേക്ക് ഇറങ്ങരുത്. അവൾ ഇവിടെ എവിടെങ്കിലും കാണും. വിനയ, വരുൺ, വല്യമ്മേ. നിങ്ങൾ രണ്ടുപേരും കൂടി നോക്കിക്കോന്ന്. ശരി വല്യമ്മേ. പുറത്താരെങ്കിലും കണ്ടോന്നൊന്ന് ചോദിച്ചു. ശരിയമ്മേ. അവള് വരൂന്ന് ഇനി ആരും ഇവിടെ പ്രതീക്ഷിക്കണ്ട. സ്വത്തിന്റെ പകുതി എന്റെ കയ്യിലെത്തും. നീ കേക്ക് കട്ട് ചെയ്യുകയും ചെയ്യും. ഇതല്ല റെയിൽവേ ഗേറ്റ്. ചേച്ചി അവരെങ്ങോട്ടായിരിക്കും കൊണ്ടുവരിക? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. രാമ, ചേച്ചിക്കൊന്നും പറ്റല്ലേ. ചേച്ചിനെ രക്ഷിക്കണേ. ശ്രീരാമ, എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ. അമ്മേ, അമ്മേ. അതേ കാറ്. അപ്പൊ ചേച്ചി ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. എടാ, വേണ്ടടാ ഒരു ഫുൾ ബോട്ടില്. എടാ, ഇവിടെ ആരാടാ ഫുൾ ബോട്ടിൽ കൊണ്ട് വെച്ചേ? ആരേലും വെച്ചതാവട്ടെ. എന്തായാലും നമുക്കുള്ളത് കിട്ടിയില്ലേ? ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് നോക്കിക്കേ. ചേച്ചി, ചേച്ചി. മാധവ, ശബ്ദം ഉണ്ടാക്കല്ലേ ചേച്ചി.
ഇത് പണിയാണെന്ന് തോന്നടാ. ആരോ ഇത് മനഃപൂർവ്വം വെച്ചിട്ട് പോയതാ. വാടാ, പെട്ടെന്ന് വാ. അവൾ ഇവിടുന്ന് ഓടിപ്പോയിക്കളഞ്ഞല്ലോടാ. ആ ബോട്ടിലെ പുറകെ പോയത് ഇപ്പൊ പണിയായത്. പിശാച് ഫോൺ ചെയ്യുന്നടാ. ഹലോ ചേട്ടാ. എന്താടാ, പെണ്ണ് സേഫ് ആണല്ലോ അല്ലേ? ചേട്ടാ, അവൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടാ. അവൾ എങ്ങനെ രക്ഷപ്പെടാനാടാ? ഒരു പണി ഏൽപ്പിച്ച മര്യാദക്ക് ചെയ്യാൻ അറിയില്ല അല്ലേ? നിന്നേക്ക് വിശ്വസിച്ചതാ എന്റെ തെറ്റ്. അവൾ അധിക ദൂരം പോയി കാണില്ല. അവൾ എവിടെയാണെങ്കിലും അവളെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെയൊന്നും ഞാൻ ജീവനോടെ വച്ചേക്കില്ല. മനസ്സിലാവടാ? ശരിയേട്ടാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചോളാം. ഒന്നിനും കൊള്ളില്ലാത്ത കഴിവേറുകൾ. അവൾ ഈ വഴി എനിക്ക് രക്ഷപ്പെട്ടിരിക്കുക. നോക്കി നിൽക്കാതെ വരുന്നുണ്ടോ? അവൾ ആ വഴി ഓടിപ്പോകുന്നുണ്ട്. ഓടിപ്പോയി പിടിക്കടാ. വൈദേഹി ഇല്ലാതെ അവന് കേക്ക് കട്ട് ചെയ്യണ്ടെങ്കിൽ വേണ്ട. മാളവികയ്ക്ക് കൊടുക്കാനുള്ള സ്വത്തം കൊടുത്തൂടെ? അതെന്തിനു വെച്ച് താമസിപ്പിക്കണം? മൂദേവി, ഒടുക്കത്തെ ഭാഗ്യമാണല്ലോ അവക്ക്. ദേവന്റെ തലയ്ക്ക് ഓളവാ. അവളെ ഒന്ന് കാണാതായപ്പോഴത്തേക്കും അവനങ്ങ് തളർന്നിരിപ്പായി. ആ അനാഥക്കഴുതി ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ.